കെ.എസ്.ആർ.ടി.സി ബസ്സിലെ സ്ത്രീകളുടെ സൗജന്യ യാത്ര സംബന്ധിച്ച വിവാദ പരാമർശത്തിൽ ഒടുവിൽ ഖേദം പ്രകടിപ്പിച്ച ഗതാഗത മന്ത്രി. സൗജന്യ യാത്ര ഔദാര്യമല്ല, അവകാശമാണ്. എല്ലാ സ്ത്രീകൾക്കും കെ.എസ്.ആർ.ടി.സി ബസ്സിൽ സൗജന്യമായി യാത്ര ചെയ്യാം എന്നും മന്ത്രി സി.പി. ജോൺ പറഞ്ഞു. അടച്ചാക്ഷേപിക്കാൻ ഉദ്ദേശിച്ചിട്ടേയില്ല എന്നുള്ള വളരെ വ്യക്തമാണല്ലോ. നമ്മളല്ലേ പ്രിയദർശിനി തുടങ്ങിയത്. ചില പ്രസ്താവനകൾ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് പ്രിയദർശിനി വേറെ ആരോ തുടങ്ങിയതാണ്, നമ്മൾ നിർത്താൻ പോകുന്നതാണ്. ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമാണ് പ്രിയദർശിനി. ആ പ്രിയദർശിനി ഇനിയും മുന്നോട്ട് പോകും. ചിലർ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. ചില CPM നേതാക്കൾ, ഞാനൊരു സ്റ്റേറ്റ്മെൻറ്റ് കണ്ടു, ഇത് നിർത്താനുള്ള പരിപാടിയാണോ എന്നൊക്കെയുള്ള ചില സംശയങ്ങൾ വന്നിട്ടുണ്ട്. ഒരു സംശയവും ആർക്കും വേണ്ട. പ്രിയദർശിനി പൂർവാധികം ഭംഗിയായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. പിന്നെ ആ സ്ത്രീകളോട് ഒരു തരത്തിലുള്ള വിവേചനവും ഇല്ലാതെയാണല്ലോ നമ്മൾ പെരുമാറുന്നത്. എല്ലാ സ്ത്രീകൾക്കും ഒരുപോലെ, പാവപ്പെട്ടവരെന്നോ പണക്കാരെന്നോ വയസ്സുള്ളവർ കൂടിയവരെന്നോ ഒന്നുമുള്ള വിവേചനങ്ങളില്ല. കൃത്യമായി ഏതൊരു സ്ത്രീക്കും പ്രിയദർശിനിയിൽ പോകാനുള്ള അവകാശമുണ്ട്. അത് അവരുടെ അവകാശമാണ്. ഞാൻ മാധ്യമങ്ങളെല്ലാം നോക്കി. തീർച്ചയായിട്ടും അവരുടെ അവകാശമാണ്. ആരുടെ ഔദാര്യമല്ല, എൻ്റെ ഔദാര്യമല്ല, ഗവൺമെൻറ് ഔദാര്യമല്ല. അതുകൊണ്ട് അത്തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള ധാരണകളും ഐക്യജനാധിപത്യ മുന്നണിക്കില്ല. വിവരങ്ങളുമായി AK സ്റ്റെഫിൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. സ്റ്റെഫിൻ, ഗുഡ് മോർണിംഗ്. ആരുടെയും ഔദാര്യമല്ല, അവകാശമാണ് എന്നിപ്പോഴാണ് പറയുന്നത്. നേരത്തെ സൂചിപ്പിച്ചിരുന്നത് ആ തരത്തിലായിരുന്നില്ല. ഔദാര്യം എന്ന വാക്ക് പ്രയോഗിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഒരു സൗജന്യ യാത്രയ്ക്കായി സ്ത്രീകളൊക്കെ തള്ളിക്കയറുന്നു. പക്ഷേ മറ്റേതെങ്കിലും സന്ദർഭത്തിൽ അവരൊക്കെ കയ്യിൽ നിന്ന് കാശ് മുടക്കി കുട്ടികളെ സ്വകാര്യ സ്ഥാപനങ്ങളിൽ പഠിപ്പിക്കുകയടക്കം ചെയ്യുന്നു എന്ന തരത്തിലാണ് പറഞ്ഞിരുന്നത്, അല്ലേ? അതേ മോത്തി, ഇന്നിപ്പോൾ ഈ നടത്തിയ ഒരു ഖേദപ്രകടനം കഴിഞ്ഞ ദിവസം ഈ വിഷയം പുറത്തു വന്നപ്പോൾ തന്നെ നടത്തിയിരുന്നുവെങ്കിൽ കാര്യങ്ങൾ ഇത്ര കൈവിട്ടു പോകില്ലായിരുന്നു, അല്ലെങ്കിൽ വിവാദമാകില്ലായിരുന്നു. ഏതായാലും അതിന് CP ജോൺ തയ്യാറായില്ല. പിന്നീട് ഏതായാലും വലിയ വാർത്തകളും പ്രതിഷേധങ്ങളും ഒക്കെ ഉയർന്നതിന് പിന്നാലെയാണ് ഈ ഒരു ഖേദപ്രകടനം എന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം പലതരത്തിലുള്ള വിവാദ വിഷയങ്ങൾ, രാഷ്ട്രീയ വിഷയങ്ങളെല്ലാം സർക്കാരിന് നേരെ ഉയർന്നു വന്നിട്ടുണ്ട് എങ്കിൽ പോലും സർക്കാരിൻ്റെ പ്രതിച്ഛായയെ ബാധിക്കുന്ന തരത്തിലൊരു പ്രതികരണം നടത്തിയത് മന്ത്രി CP ജോൺ ആണ്. അതും ഏറെ എടുത്തു കാണേണ്ടത്. UDF സർക്കാർ അധികാരത്തിലേക്ക് എത്തുമ്പോൾ ഏറ്റവും പ്രധാനമായി വാഗ്ദാനം നൽകിയ പ്രിയദർശിനി യാത്ര, അതിനെ തന്നെയാണ് മന്ത്രി വിവാദമാക്കിയത്. ആ ഒരു യാത്രയുടെ ഉദ്ഘാടന ദിവസം അന്ന് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞത് ഇത് ഔദാര്യമല്ല, സ്ത്രീകളോടുള്ള ബഹുമാനമാണ് എന്നുള്ളതാണ്. അത് ആ പ്രസംഗം പറയുമ്പോൾ അന്ന് നിറഞ്ഞ കയ്യടിയായിരുന്നു മുഖ്യമന്ത്രിക്ക് ലഭിച്ചത്. അത് പറയുമ്പോൾ ഗതാഗത മന്ത്രിയായിട്ടുള്ള CP ജോൺ ആ വേദിയിൽ ഉണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹവും ഇതിനെ ഒരുപാട് പൊക്കി പ്രസംഗിച്ചു. അതിന് പിന്നാലെയാണ് മന്ത്രിയുടെ അപക്വമായിട്ടുള്ള ഈ ഒരു പ്രസംഗം കഴിഞ്ഞ ദിവസം ഉണ്ടായത്. ഏതായാലും അതിനെതിരെ വലിയ തരത്തിലുള്ളൊരു വിവാദങ്ങളൊക്കെ ഉയർന്നു വന്നു, പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നു. കഴിഞ്ഞ ദിവസം CP ജോണിൻ്റെ വസതിയിലേക്ക് പ്രതിഷേധ മാർച്ച് ഉണ്ടായിരുന്നു. ഇന്നും അത്തരത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ മാർച്ചുകൾ സംഘടിപ്പിക്കുന്നുണ്ടായിരുന്നു. അതിനിടയ്ക്കാണ് ഈ ഖേദപ്രകടനമെല്ലാം പുറത്തു വന്നിരിക്കുന്നത്. അത് മന്ത്രിയായിട്ടുള്ള CP ജോൺ ആദ്യമായിട്ടല്ല ഇങ്ങനൊരു വിവാദത്തിലെല്ലാം വന്ന് പെടുന്നത്. പ്രത്യേകിച്ചും ഇപ്പോൾ ഓർക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, പെൻഷനേഴ്സ് ഫോറത്തിൻ്റെ ഒരു വാർത്താക്കുറിപ്പ് ഇത്തരത്തിൽ ഉണ്ടായിരുന്നു. അതായത് ഈ പെൻഷൻ പരിഷ്കരണം UDF സർക്കാർ വന്നു കഴിഞ്ഞാൽ ഉടനടി നടത്തും എന്നുള്ളത് അന്ന് സ്ഥാനാർത്ഥിയായിരുന്ന CP ജോൺ പറഞ്ഞു. പക്ഷേ മന്ത്രിയായി വന്നതിന് ശേഷം അതിനോട് ഒരു അനുകമ്പയോടുള്ള നിലപാടല്ല സ്വീകരിച്ചത്. ഈ പലതവണ ഈ പ്രതികരണം ചോദിക്കുമ്പോൾ ഉടനില്ല, അജണ്ടയില്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിവാക്കുന്ന തരത്തിലുള്ള പ്രതികരണമാണ് CP ജോൺ നടത്തിയത്. അതിനെതിരെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു പെൻഷനേഴ്സ് ഫോറത്തിൻ്റെ ഭാഗത്തു നിന്നും. മന്ത്രി CP ജോണിനെതിരെ വ്യാപകമായി ഇത്തരത്തിൽ ഓരോ വിഷയങ്ങളിലും പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്നതിനിടയിലാണ്, അല്ലെങ്കിൽ സ്വരങ്ങൾ ഉയർന്നു വരുന്നതിനിടയിലാണ് ഈ ഖേദപ്രകടനം എന്നതുകൂടി ശ്രദ്ധേയമാണ്.